നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാ വർഷവുമുള്ള സംസ്ഥാന ഫിലിം അവാർഡോ അല്ലെങ്കിൽ ദേശീയ ചലച്ചിത്ര അവാർഡോ ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. എത്ര മികച്ച രീതിയിൽ അവാർഡ് പ്രഖ്യാപനം നടത്തിയാലും അതിൻ്റെ പിന്നാലെ വിവാദങ്ങളുണ്ടാവും. എന്നാൽ ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം അത്തരം വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയിരുന്നത്. അഥവാ ഏതെങ്കിലും വിവാദം ഉണ്ടാവുകയാണെങ്കിൽ പുഷ്പ എന്ന സിനിമ, പുഷ്പയുടെ തിരക്കഥയ്ക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. പുഷ്പ ഒരു വാണിജ്യ സിനിമയാണ്. അപ്പോൾ അതിന് എങ്ങനെ അവാർഡ് കിട്ടിയെന്ന തരത്തിൽ വേണമെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ വിവാദം വന്നത്. അത് അത്രയേറെ അറിയപ്പെടുന്ന ആളുമല്ല ആ വിവാദം തുടങ്ങി വെച്ചത്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ആ വിവാദം തുടങ്ങി വെച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അയാളുടെ പിന്നിലുള്ള മറ്റു ചിലർക്ക് വേണ്ടിയിട്ടാണ് അയാൾ ആ വിവാദം തുടങ്ങി വെച്ചത്. അത് മറ്റാരുമല്ല, അന്തരിച്ച സലിംകുമാർ എന്ന നടൻ്റെ മകനായ ചന്തു സലിംകുമാറാണ്. അപ്പോൾ അയാൾ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് പ്രതിഭയാണോ ഈ അവാർഡിൻ്റെ മാനദണ്ഡം, അതോ ഈ ഭരണകക്ഷിയായിട്ടുള്ള ബന്ധമാണോ? അതായത് ഭരണകക്ഷിയായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അത്രയും അവാർഡ് കൊടുക്കുന്നത് എന്ന തരത്തിലാണ് അയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ അയാളുടെ ആരോപണം വരുമ്പോൾ ഒന്നാമത് തന്നെ അത് ആ ആരോപണം പൊള്ളയായിട്ടുള്ള ഒരു ആരോപണമാണ് എന്നതിൻ്റെ തെളിവ് ഇവിടെ മമ്മൂട്ടി തന്നെ നിൽക്കുകയാണ്. മമ്മൂട്ടിക്കാണ് ഇത്തവണ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിൻ്റെ കാര്യത്തിൽ ഇനി എതിർ സ്ഥാനത്ത് ഉള്ള ഫാൻസുകൾക്ക് പോലും, അദ്ദേഹത്തിൻ്റെ ഫാൻസിനല്ല, അദ്ദേഹത്തിന് എതിരാളി എന്ന് വിശേഷിപ്പിക്കുന്ന നടൻ്റെ ആരാധകർക്ക് പോലും ഒരു സംശയമില്ല, അദ്ദേഹം ആ അവാർഡിന് അർഹനാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മയുഗം എന്ന സിനിമയിൽ അദ്ദേഹം മികച്ച അഭിനയമായിരുന്നു. അദ്ദേഹം ആ അവാർഡ് അർഹിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഭ കൊണ്ടല്ലേ അപ്പോൾ അവാർഡ് കിട്ടിയത്, അതോ ഈ ഭരണകക്ഷിയായിട്ടുള്ള അടുപ്പം കൊണ്ടാണോ? അങ്ങനെയെങ്കിൽ കൈരളിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ഇടതുപക്ഷക്കാരനായിട്ട് ഇപ്പോഴും സഹവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിക്ക് എന്ത് ബന്ധമാണ് BJPയും നരേന്ദ്രമോദിയൊക്കെ ആയിട്ടുള്ളത്? അതുകൊണ്ടൊന്നും കിട്ടിയതല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പാണ് അദ്ദേഹത്തിന് പത്മ പുരസ്കാരം കിട്ടിയത്. ഇപ്പോൾ ഇതാ അവാർഡ് കൂടി കിട്ടി. അപ്പോൾ ഇയാൾ ആരോപണം ഉന്നയിക്കുന്നത് ആർക്ക് നേരെയാണ്? മമ്മൂട്ടിക്ക് നേരെയാണോ? മമ്മൂട്ടി BJPയുടെ ആളായതുകൊണ്ടാണോ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത്? അല്ലല്ലോ. ഇനി മലയാളി തന്നെയായിട്ടുള്ള വൈക്കം വിജയലക്ഷ്മിയുണ്ട്. അവരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ആരെങ്കിലും സംഭവിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരധികം പാട്ടൊന്നും പാടാറില്ല. പക്ഷേ ഈ അവാർഡ് കിട്ടിയ പാട്ട്, അതായത് ARM എന്ന സിനിമയിലെ, ടോവിനോയുടെ സിനിമയാണ്, ആ സിനിമയിലെ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് വലിയ ഹിറ്റായ പാട്ടാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ ഹിറ്റായ പാട്ടാണ്. അതിന് അവാർഡ് കൊടുത്തതിനും ആർക്കും എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാനില്ല. പിന്നെ എന്തിനാണ് ഇയാൾ ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? പ്രതിഭയാണോ അതോ ഭരണകക്ഷിയായിട്ടുള്ള അടുപ്പമാണോ? അപ്പോൾ അതെന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അയാൾ കൂടെ ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ടായിരുന്നു. അത് വലിയ ഹിറ്റായതാണ്, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ പിന്നിൽ ഈ മട്ടാഞ്ചേരിയിലുള്ള കുറച്ച് ടീമൊക്കെയാണ്. അതിൻ്റെ സംവിധായകൻ ചിദംബരമാണ്. പക്ഷേ അത് നിർമ്മിച്ചത് സൗബിൻ സാഗിറൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും വേറൊരാളും കൂടിയാണ് നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവാണോ ജ്യേഷ്ഠനാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം അതിൻ്റെ ഒരു നിർമ്മാതാവാണ്. അത് ഒന്നിലധികം കേസിൽപ്പെട്ട ഒരു സിനിമയാണ്. അത് വലിയ ഹിറ്റാണ്. ആദ്യത്തെ 200 കോടി കിട്ടിയത് അതിനാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം നമുക്കറിയില്ല. പക്ഷേ അത് ഒന്നിലധികം കേസിൽപ്പെട്ട ഒരു സിനിമയാണ്. അതിൻ്റെ കളക്ഷനും മറ്റുമൊക്കെ പുറത്ത് വന്നതിന് ശേഷം അത് ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇളയരാജ ആ സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിന് അനുവാദമില്ലാതെ ഒരു പാട്ട് അതിനകത്ത് അവർ ഉപയോഗിച്ചു. അദ്ദേഹം കേസിന് പോയി 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അതൊക്കെ സമാധാനമുള്ള കേസാണ്, കാശ് കൊടുത്തപ്പോൾ തീർന്നു. പക്ഷേ ഗുരുതരമായിട്ടുള്ള വേറെ 2 കേസുണ്ട്. ഒന്ന്, അതിൻ്റെ സഹനിർമ്മാതാവിന് പണം തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, വലിയ ലാഭം കിട്ടിയ സിനിമയാണെന്ന് ഓർക്കണം. അപ്പോൾ ആദ്യം മുടക്കുമുതൽ തിരിച്ചു കിട്ടണമല്ലോ, പിന്നീട് ലാഭവിഹിതം കിട്ടണം. അദ്ദേഹത്തിന് ലാഭവിഹിതം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുടക്കിയ കാശ് പോലും കൊടുക്കാതെ ഇവർ പറ്റിക്കാൻ നോക്കി. കൊടുക്കം കേസും കൂട്ടുമായി. ഇപ്പം തിരിച്ചു കൊടുത്തൊന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. അതും 2 വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് വെക്കാം. പക്ഷേ മറ്റൊന്ന് ഗുരുതരമായിട്ടുള്ള ഒരു കേസുണ്ടായിരുന്നു. അതായത് ഈ സിനിമയുടെ ലാഭം, ആ കിട്ടിയ കോടികൾ, അതിൽ നിന്ന് ടാക്സ് വെട്ടിച്ചു. ഈ നികുതി വെട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. കാരണം രാജ്യത്ത് ക്രിയാത്മകമായിട്ട് വികസന പ്രവർത്തനം മറ്റുമൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തരം നികുതികളിലൂടെയാണ് ചെയ്യുന്നത്. ഈ നികുതി ഇവർക്ക് വെറുതെ കിട്ടുന്ന കാശല്ലോ, ജനങ്ങൾ കൊടുക്കുന്ന കാശാണ്. ജനങ്ങൾ കൊടുക്കുന്ന കാശിൻ്റെ ഒരു വിഹിതം സർക്കാർ അവർ കൊടുത്തിരിക്കണം. അപ്പോൾ അത് വെട്ടിച്ചു. അത് പുതിയ രീതിയിലാണ്, നമ്മൾ കേട്ട് പരിചയിച്ച രീതിയിലല്ല അത് വെട്ടിച്ചത്. അതായത് യൂസ്ഡ് കാറൊക്കെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതുണ്ട്. യൂസ്ഡ് കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കാറുകളല്ല, വില കൂടിയ കാറുകളുണ്ട്, കോടികൾ വിലയുള്ള കാറുകൾ. ചില നടന്മാരൊക്കെ വാങ്ങിയതായിട്ട് നമ്മൾ മാസികകളിലൂടെയും, അതായത് സിനിമാ മാസികകളിലൂടെയും മറ്റുമൊക്കെ പെട്ടെന്ന് കാണും. വലിയ കൂടിയ വാഹനങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവരത് മറിച്ച് വിൽക്കുന്നു, വേറെ എടുക്കുന്നു. ഇങ്ങനെയുള്ള വാർത്തയൊക്കെ തുടരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ ഉടായ്പ നടക്കുന്നതാണെന്നാണ് പറയുന്നത്. അതായത് ഇത്തരം വാഹനങ്ങളുടെയൊക്കെ പാർട്സുകളൊക്കെ പുറത്തുനിന്ന് വരുത്തുമ്പോൾ അതിന് നികുതിയൊന്നും കൊടുക്കണ്ടെന്നോ, അല്ലെങ്കിൽ അതിൽ സുഖമായിട്ട് നികുതി വെട്ടിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം, ഭൂട്ടാനിൽ നിന്നും മറ്റുമൊക്കെ വാഹനമൊക്കെ ഇറക്കി കുറേ ഉടായ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അന്വേഷണ ഏജൻസികൾ പൊക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ നികുതി വെട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ യൂസ്ഡ് കാറൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ മറവിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു കേസ് ഈ സൗബിൻ സാഗറിനൊക്കെ ഉണ്ട്. 2-3 തവണ ഇയാളെ വിളിച്ച് ചോദ്യമൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണ്ടെന്ന് ഒരുപക്ഷെ അവർ തീരുമാനിച്ച് കാണും. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു പറയാൻ പറ്റില്ല. കാരണം
ദിലീപ് എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ച സിനിമ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് അവാർഡിന് പരിഗണിക്കുന്നില്ല എന്ന് പോട്ടെ. പക്ഷേ ആ സിനിമയിലെ നടനെയോ നടിയോ പോലും ഒരു അവാർഡിനും ഈ കേരള സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഉടനെ എങ്ങും അദ്ദേഹത്തിൻ്റെ സിനിമ പരിഗണിക്കും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ സഹനടനും സഹനടിയൊക്കെ ആയിട്ട് അഭിനയിക്കുന്നവരെ, ആ സംവിധായകനെ, നിർമ്മാതാവിനെ പോലും അവർ അവാർഡിന് പരിഗണിക്കുന്നില്ല. കുറേ കാലമായിട്ട് അങ്ങനെയാണ്. എന്നാൽ അതേസമയം 2-ലധികം കേസുള്ള വേടൻ എന്ന ഗായകൻ്റെ സിനിമകൾ, ആ പാട്ട് അവർ അവാർഡിന് പരിഗണിച്ചു, അവാർഡ് നൽകുകയും ചെയ്തു. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ. അവാർഡിന് പരിഗണിക്കാത്തത്, ദിലീപിൻ്റെ സിനിമ അവാർഡിന് പരിഗണിക്കാത്തത് അദ്ദേഹം ഒരു കേസിൽ ഉൾപ്പെട്ടുകൊണ്ടാണ്. അതേ കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ദേശീയ അവാർഡിലും അവർ പരിഗണിക്കാത്തത്. അതിന് കിട്ടാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ അതിൻ്റെ സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ അല്ലെങ്കിൽ മികച്ച ജനപ്രിയ ചിത്രം എന്ന തരത്തിലൊക്കെയാണ് അതിന് കിട്ടാൻ സാധ്യതയുള്ളത്. അല്ലാതെ അഭിനയ മികവിൻ്റെ പേരിൽ മമ്മൂട്ടിയോട് മാറ്റുരയ്ക്കാനും പറ്റിയ പ്രകടനം നടത്തിയ ആരും ആ സിനിമയിലില്ല. അപ്പോൾ അതിനായിരിക്കില്ല മികച്ച സിനിമയോ അല്ലെങ്കിൽ മികച്ച ജനപ്രിയ ചിത്രമോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ സംവിധാനമൊക്കെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനെ പരിഗണിച്ച് കാണില്ല. അപ്പോൾ അതിലൊരു വേഷം ഇയാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാൾ ഇതുപോലെ വാപോയ കോടാലിയാണ്, പലപ്പോഴും ഇതുപോലെ ഓരോ പ്രസ്താവനകൾ പറയാറുണ്ട്. അതിനാൽ ഇയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ പുറകിൽ നിന്ന് കളിച്ച് ഇയാളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പക്ഷേ കാര്യമായിട്ടൊരു ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുണ്ട്. ചന്തു സലികുമാർ എന്ന വ്യക്തി കഴിവ് കൊണ്ടോ പ്രതിഭ കൊണ്ടോ സ്ഥിരോത്സാഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ നിർമ്മാതാക്കളെ സംവിധായകന്മാരുടെയൊക്കെ പിന്നാലെ നടന്ന് ചാൻസ് വേണം എന്ന് പറഞ്ഞ് നടന്ന് തെണ്ടിയിട്ടോ ഒന്നും സിനിമയിലെത്തിയ വ്യക്തിയല്ല. സലിംകുമാർ എന്ന നടൻ്റെ മകനായതുകൊണ്ട് മാത്രം നൂലിൽ കെട്ടി ഇറങ്ങി വന്ന വ്യക്തിയാണ്. ആദ്യം ഇരുന്നിട്ടൊക്കെ മോൻ കാലിൽ നീട്ട്, അല്ലാതെ ഈ പ്രതിഭ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാറായിട്ടില്ല. നൂലിൽ കെട്ടി ഇറങ്ങി വന്ന് മലയാള സിനിമയിൽ എത്തപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങളുടെ പ്രതിഭ കണ്ടിട്ടോ കഴിവ് കണ്ടിട്ടോ അഭിനയ മികവ് കണ്ടിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സിനിമാ സെറ്റുകളിലൊക്കെ പോയി നടന്ന് ചാൻസ് ചോദിച്ച് തെണ്ടി നടന്ന് കിട്ടിയ ഒരു സ്ഥാനമല്ല അത്. സലിംകുമാർ എന്ന നടൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ 4 പേര് അറിയുന്നത്. നിങ്ങൾ ഏറെക്കുറെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടത്തിയ ഒരു ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരാവശ്യവുമില്ലാതെ ഇങ്ങനൊരു വിവാദം കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഈ രാഷ്ട്രീയക്കാരുമായിട്ട്, അതായത് കേന്ദ്രം ഭരിക്കുന്നവരായിട്ട് അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ അവാർഡ് കിട്ടൂ എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിയെ പരിഹസിക്കുന്നതാണ്, വൈക്കം വിജയലക്ഷ്മിയെ പരിഹസിക്കുന്നതാണ്, മറ്റു പലരെയും പരിഹസിക്കുന്നതാണ്. ഇപ്പോൾ യാമി ഗൗതം എന്ന് പറഞ്ഞ നടിക്ക് അവരർഹിച്ച അവാർഡ് തന്നെയാണ് അവർക്ക് കിട്ടിയത്. കാരണം ആ സിനിമ അത്രയും മികച്ച സിനിമയെ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ സിനിമ, അത് കണ്ടിട്ടുള്ളവർക്കറിയാം അവർക്ക് അവാർഡ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ അവാർഡ് കിട്ടിയവരെ ഓരോരുത്തരെ പറ്റിയും പറയാനാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇയാൾ അഭിനയിച്ച ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല എങ്കിൽ അത് അത്രമാത്രം കുഴപ്പങ്ങൾ ആ സിനിമാ നിർമ്മാണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇളയരാജ എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പാട്ടെടുത്ത് ഉപയോഗിക്കരുത് എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ അദ്ദേഹം കോർപ്പറേറ്റിന് കേസ് കൊടുക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾ അദ്ദേഹത്തിന് അനുമതി ഇല്ലാതെ ചെയ്തു, അദ്ദേഹം കേസ് കൊടുത്തു. അത് പിന്നെ പോട്ടെ. പക്ഷേ രാജ്യത്തിന് പറ്റിക്കുന്ന പണി ചെയ്തു. നികുതി വെട്ടിപ്പ് നടത്താറുണ്ട് പലരും. പക്ഷേ നിങ്ങൾ നികുതി വെട്ടിച്ചത് ഈ സാമ്പ്രദായികമായിട്ടുള്ള രീതിയിലൂടെ അല്ല. അങ്ങനെയായിരുന്നെങ്കിലും ഒരു പരിധിവരെ അത് ക്ഷമിക്കാവുന്നതായിരുന്നു. പക്ഷേ നിങ്ങൾ വലിയ രീതിയിൽ ഉടായ്പ പരിപാടി കാണിക്കാൻ നോക്കി, അത് പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വിവാദമായ ഒരു സിനിമയ്ക്ക് ആ കാരണം കൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ അവാർഡ് തരുന്നില്ല എന്ന് വെച്ചത്. അതിനിങ്ങനെ മാറിയെന്ന് പറയുമ്പോൾ 2011 സലിംകുമാറിന് അവാർഡ് കിട്ടിയത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചതുകൊണ്ടാണോ എന്നൊരു തിരിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കില്ല. കാരണം സലിംകുമാർ അത് അർഹിച്ച അവാർഡാണ് എന്ന് മലയാളിക്കറിയാം. പക്ഷേ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ടി വരും. കാരണം സലിംകുമാർ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സലിംകുമാറിന് ആ അവാർഡ് കിട്ടിയത് അങ്ങനെയാണോ ചന്തു എന്ന് ഞങ്ങൾക്ക് തിരിച്ച് ചോദിക്കേണ്ടി വരും.